പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. രസിക്കാനും പിന്നീട് ഒരുപാട് ചിന്തിക്കാനും വക നൽകുന്ന മിസ്റ്ററീസ് ആൻഡ് മിറാക്കിൾസ് എന്ന ഈ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരുപക്ഷെ ഈ പരമ്പരയുടെ ആദ്യ ഭാഗം വേണ്ടി ഞാനൊരു ചെറിയ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ വികാസത്തിലെ മനുഷ്യൻ്റെ ബുദ്ധിപരവുമായിട്ടുള്ള എല്ലാ വികാസങ്ങളുടെയും ഒരു പ്രധാന തടസ്സം പ്രീജുഡീസ് അഥവാ മുൻധാരണയാണ്, മുൻവിധികൾ. ഇതൊക്കെ എങ്ങനെയാവുള്ളൂ എന്നുള്ള ധാരണ. ഈ മുൻവിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പരമ്പര കാണണം എന്ന് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അത് പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. കാരണം നമുക്കുള്ള കുറേ മുൻവിധികളെ നമുക്ക് ഈ പരമ്പരയിലൂടെ ഖണ്ഡിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിലൊന്നാണ്, നമ്മൾക്ക് പുതുതായിട്ട് എന്ത് കാര്യം അറിഞ്ഞാലും അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട്, ശാസ്ത്രീയ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നുള്ളൂ. അത് ഒരു മുൻവിധിയാണ്, ഒരു പ്രിജുഡീസാണ്. ഏത് കാര്യത്തിനെയും ശാസ്ത്രത്തിൻ്റെ അഥവാ സയൻസിൻ്റെ അളവുകൾ കൊണ്ട് മാത്രം അളക്കുകയും ആ ഫ്രെയിം വർക്കിനകത്ത്, അതായത് ശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്ത്, ഒരു ഫോർമുലയ്ക്കകത്ത് വരുത്തി കിട്ടിയാൽ മാത്രമേ അത് ശരി ആണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥ ഒരു മുൻവിധിയാണ്, ഒരു പ്രീജുഡീസാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രത്തിൻ്റെ മാത്രം അളവുകൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കരുത് എന്ന് ലോകത്തിലെ പല അനുഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ശാസ്ത്രം വളരെയധികം വികാസം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. എങ്കിലും ഈ ശാസ്ത്രത്തിന് അഥവാ സയൻസിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതിൻ്റെ അളവുകൾ കൊണ്ട് അളക്കാൻ കഴിയാത്ത പലതും ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ഉണ്ട് എന്ന് നമ്മൾക്ക് പലപ്പോഴും അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുള്ള ഒരു രസകരമായ ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. അത് പറഞ്ഞു വരുന്നതിന് മുന്നേ ഈ സമയത്ത് എനിക്കൊരു പഴയ ഒരു ചൊല്ല് ഓർമ്മ വരികയാണ്. സ്പിരിച്വാലിറ്റി ബിഗിൻസ് വേർ സയൻസ് എൻഡ്സ്. ശാസ്ത്രം അവസാനിക്കുന്നവിടെ ആധ്യാത്മികത തുടങ്ങുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് ഞാനിവിടെ വളരെ രസകരമായ ഒരു കഥ നിങ്ങളോട് പറയുകയാണ്. ഒരു പെൺകുട്ടിയുടെ കഥ, ഒരു 15-കാരി പെൺകുട്ടിയുടെ കഥ. നമ്മൾ ഏകദേശം ഒരു 600 വർഷം പുറകിലോട്ട് പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ കഥ ഒരു സാങ്കല്പിക കഥയല്ല. ഏതെങ്കിലും ഒരു കഥാകാരൻ കാൽപ്പനികമായി തൻ്റെ സങ്കല്പത്തിൽ നിന്ന് വർണ്ണം പിടിപ്പിച്ച് ചേർത്ത ഒരു കഥയല്ല ഞാൻ ഈ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണ്. തികച്ചും അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും ഇത് ഫാക്റ്റാണ്. കാരണം ലോക ചരിത്ര പുസ്തകങ്ങൾ, പ്രേക്ഷകർക്ക് ഇത് വെരിഫൈ ചെയ്യാനുള്ള അനേകം മാർഗങ്ങളുണ്ട്. അതിലൊന്ന് ലോകത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ എടുത്തു നോക്കുക. അതിൽ യൂറോപ്പിൻ്റെ ചരിത്രം എടുത്തു നോക്കുക. ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ ഒരു സംഭവം എഴുതാനായി 2 or 3 പേജ് മാറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏത് വിശ്വവിജ്ഞാന കോശം എടുത്തു നോക്കിയാലും, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക മുതലായിട്ടുള്ള എൻസൈക്ലോപീഡിയകൾ, വിശ്വവിജ്ഞാന കോശങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ഈ പറയുന്ന കഥ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ച് കാണും. ഇനി അതും വേണ്ട, ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യമാണ്, ഒരു കഥയാണ് ഞാൻ പറയുന്നത്. 600 വർഷം മുന്നിലത്തെ യൂറോപ്പിലേക്ക് നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ, ഏകദേശം 1350-ൻ്റെയും 1450-ൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ 100 വർഷം നീണ്ട ഒരു യുദ്ധം നടന്നതായിട്ട് പറയുന്നുണ്ട്. 100 years of war എന്ന പേരിൽ അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. 100 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധം. ഇത് പലപ്പോഴും 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി അതിർത്തികൾ പലപ്പോഴും മാറ്റിയും മറിച്ചും വരയ്ക്കുകയുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഭൂപ്രദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പിടിച്ച ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ 100 years of warൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, 1927 തോന്നുന്നു, 27 മറ്റോ ആണ്, 1427 മറ്റോ ആണ്
ഈ സംഭവം ഉണ്ടാകുന്നത്. 1427 ഈ ബ്രിട്ടനും ഫ്രാൻസിനുള്ള യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഫ്രാൻസ് പൂർണ്ണമായും പരാജയപ്പെടും എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രിട്ടൻ പൂർണ്ണമായിട്ടും ഫ്രാൻസിൻ്റെ ഒരുപാട് ഭൂഭാഗങ്ങൾ കൈയടക്കി കഴിഞ്ഞു. ഇനി ഏതാണ്ട് കുറച്ചേ ഉള്ളൂ. അതുകൂടെ ബ്രിട്ടൻ്റെ കയ്യിലേക്ക് വരും. ഫ്രാൻസ് പൂർണ്ണമായും തോറ്റുപോകുന്ന ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്ത സമയത്ത് അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. ഫ്രാൻസിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു 15 വയസ്സുകാരിയായ പെൺകുട്ടി. ഈ പെൺകുട്ടിയെ പിന്നീട് ലോകം അറിയുന്നത് ജോൻ ഓഫ് ആർക്ക് എന്ന പേരിലാണ്. JOANOFARC, ജോൻ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന 15-കാരിയായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഒരു ദിവസം ആകാശത്തിൽ നിന്ന് അശരീരികൾ കേൾക്കാൻ തുടങ്ങുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഗതി ഇങ്ങനെയല്ല, ഇന്ന മിലിറ്ററി യൂണിറ്റുകളെ ഇന്ന ഭാഗങ്ങളിലേക്ക് മാറ്റണം, ഇന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം, യുദ്ധം നയിക്കുന്ന ആൾക്കാർ ഇന്ന ആൾക്കാരായിരിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള മെസ്സേജുകൾ ശൂന്യാകാശത്തിൽ നിന്ന് അവർ പറയുന്നത് ശബ്ദത്തിൻ്റെ അശരീരി എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ രൂപത്തിലും പലപ്പോഴും ദർശനങ്ങളായിട്ടും അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇത് തുടർച്ചയായിട്ട് ഈ മെസ്സേജ് തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ആ ഒരു സ്റ്റേജ് ആയപ്പോൾ ഇവർ ഏറ്റവും അടുത്തുള്ള ഫ്രാൻസിൻ്റെ പട്ടാള ക്യാമ്പിൽ ചെന്നു. പട്ടാള ക്യാമ്പിൽ ചെന്നിട്ട് ക്യാപ്റ്റനോട്, പട്ടാള തലവനോട്, അവിടെയുള്ള ക്യാമ്പിൻ്റെ ഹെഡിനോട് പറയണം, എനിക്കിങ്ങനെയുള്ള ദർശനങ്ങൾ കിട്ടി, ഇങ്ങനെയുള്ള അശരീരികൾ കേട്ടു, അതുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തു, നമുക്ക് ഈ യുദ്ധം ജയിക്കാം എന്ന് അവർ 2 ദിവസം അവിടെ താമസിച്ചുകൊണ്ട് ഇൻസിസ്റ്റ് ചെയ്ത് നിർബന്ധ ബുദ്ധിയ ഈ പട്ടാളത്തലവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ലോജിക്കിനെ നിരക്കാത്തൊരു കാര്യം. നമ്മളെ ഭാഷയിൽ പറഞ്ഞ മതി ഈ പ്രെജുഡീസ് അല്ല മുൻധാരണ കാരണം, ഈ ഒരു പെൺകുട്ടിയാണോ ഇത്രയും വലിയൊരു യുദ്ധത്തിൻ്റെ കാര്യം ഗതിവിഗതികൾ തീരുമാനിക്കാൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നുള്ളൊരു മുൻവിധി കാരണം ഈ കുട്ടിയെ ആ കുട്ടി പറഞ്ഞൊന്ന് ഉൾക്കൊള്ളാതെ ആ പട്ടാളത്തലവൻ തിരിച്ചയക്കുകയാണ്. തിരിച്ച് ഈ വീട്ടിൽ വന്ന സമയത്ത് വീണ്ടും ഈ ദർശനങ്ങളും ഈ അശരീരികളും തുടർച്ചയായിട്ട് ഈ കുട്ടിക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് ഇത് അത്രയധികം തലയിൽ ലോഡായി. എന്നുവെച്ചാൽ താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഈ കുട്ടി ഒരു 6 കാവൽക്കാരെയും കൂട്ടിയിട്ട് നടന്നിട്ട് ചക്രവർത്തിയുടെ അടുത്തേക്ക് പോകണം, രാജാവിൻ്റെ അടുത്തേക്ക് പോകണം. ഒരു നദിയെല്ലാം നടന്ന് ചെന്നിട്ട് ചാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഫ്രാൻസ് ഭരിക്കുന്ന രാജാവിൻ്റെ അടുത്ത് ചെല്ലുവാണ് ഈ കുട്ടി. ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു രാജാവിനെ മുഖം കാണിക്കാമെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ രാജാവും മടിച്ചു. ഈ ഒരു പെൺകുട്ടിയെ കാണണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ 2 ദിവസം അങ്ങനെ പോയി. 2 ദിവസം രാജാവ് മുഖം കാണിച്ചില്ല. അവസാനം 3ാമത്തെ ദിവസം ഈ കുട്ടിക്ക് ഒരു മുഖം കാണിക്കാൻ ഒരു ചാൻസ് അനുവദിക്കുകയും ഈ കുട്ടി രാജാവിനോട് ഈ കണ്ട ദർശനങ്ങളെക്കുറിച്ചും കേട്ട അശരീരികളെക്കുറിച്ചും പറയുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവിടെയും ഈ മുൻവിധിയാണ് അല്ലെങ്കിൽ പ്രീജുഡീസാണ് തടസ്സമാകുന്നത്. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കൊട്ടാരം ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, രാജാക്കന്മാർക്ക്, പ്രവാചകന്മാർ, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള ആൾക്കാർ, സൈനിക ഉപദേഷ്ടാക്കൾ, അതുപോലുള്ള അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ, അന്നത്തെ ലെവലുള്ള സൈക്കോളജിസ്റ്റുകൾ, ഇവരെ എല്ലാം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടിയെ ചോദ്യം ചെയ്യാനായിട്ട് വിട്ടു. അങ്ങനെ 14 ദിവസം ഈ കുട്ടിയെ ക്രോസ് എക്സാമിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവസാനം 14ാമത്തെ ദിവസം ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. എന്തോ ഒരു കാര്യം ഉണ്ട് ഈ കുട്ടി പറയുന്നതിൽ, ഒന്ന് പരീക്ഷിച്ച് നോക്കി കളയാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ കുട്ടി പറയുന്ന രീതിക്കനുസരിച്ച് യുദ്ധരംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. സൈന്യത്തെ ഇന്ന യൂണിറ്റിനെ ഇന്ന ഭാഗത്തേക്ക് മാറ്റണം പറഞ്ഞു മാറ്റി, ഇന്ന പട്ടാളത്തലവനെ ഇന്ന യൂണിറ്റിൻ്റെ ഹെഡാക്കണം എന്ന് പറഞ്ഞു അതാക്കി. എന്തിനു പറയട്ടെ, അത്ഭുതകരമായ രീതിയിൽ ഫ്രാൻസ് ആ യുദ്ധം ജയിക്കുകയാണ്. അത്യത്ഭുതകരമായ രീതിയിൽ ഫ്രാൻസ് ആ യുദ്ധം ജയിക്കുന്നു. മാത്രമല്ല വീണ്ടും തുടർന്നുള്ള യുദ്ധങ്ങളിൽ കൂടുതൽ ഭൂഭാഗങ്ങൾ ഫ്രാൻസ് കീഴടക്കുന്നു. അങ്ങനെ യൂറോപ്പിൻ്റെ ചരിത്രം മാറ്റി എഴുതുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ്. ഇത് ചരിത്ര പുസ്തകങ്ങളിലും എൻസൈക്ലോപ്പീഡിയകളിലെല്ലാം, ഫ്രാൻസിൻ്റെ ചരിത്ര പുസ്തകത്തിലാണെങ്കിൽ ഫ്രഞ്ച് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഭവം. കാരണം ഫ്രഞ്ച് ജനത അങ്ങേയറ്റം ആരാധിക്കുന്നത് 2 പേരെയാണ്, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ചക്രവർത്തിയെയും അത് കഴിഞ്ഞാൽ ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന ഈ 15-കാരി പെൺകുട്ടിയെയും. ഇതിന് നമ്മളുടെ പ്രീജുഡീസ് എല്ലാം മുൻധാരണ വെച്ചിട്ട്
ശാസ്ത്രത്തിന് അല്ലെങ്കിൽ സൈക്കോളജിക്കും എന്താണ് പറയാനുള്ളത്? ഇത് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഈ ലോകത്ത് നടന്ന ഒരു കാര്യമാണ്. ഞാനിത് മുൻകൂട്ടി പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളുടെ ധാരണകൾക്ക് അതീതമായിട്ട് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള ചില രീതികൾക്കപ്പുറത്തും കാര്യങ്ങൾ പലതും ഈ ഭൂമിയിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഞാൻ ഈ കഥ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ കഥ രസിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ കഥ നിങ്ങളെ ചിന്തിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.